ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല അവരുടെ സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 18. അടുത്ത ഭാഗം അസുത്രത്തു വ വുജൂബുഹ, സുത്രയും അതിൻ്റെ നിർബന്ധവും. അതായത് സുത്ര എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നതിന് മുന്നിലായിട്ട് എന്തെങ്കിലും ഒരു മറ അടയാളം ഇടുക എന്നതാണ്. ആ സുത്രയുടെയും നിസ്കരിക്കുന്ന ആളുടെയും ഇടയിൽ കൂടി നടക്കരുത്. ഒരു ചുമരോ അല്ലെങ്കിൽ ഒരു വടിയോ ഒരു തൂണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മുമ്പിലുണ്ടായാൽ മതി. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ സ്വഫാകുമ്പോൾ തൊട്ട് മുമ്പിലുള്ള സ്വഫ് തന്നെയാണ് സൂത്ര. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ കിതാബിൽ നിന്നുള്ള ഭാഗം വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖിഫു ഖരീബൻ മിന സുത്രത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുത്രയോട് അടുത്ത് ആണ് നിന്നിരുന്നത്. ഫക്കാന ബൈനഹു വ ബൈനൽ ജിദാരി സലാസത്തു അദ്റുഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ചുമരിനും ഇടയിൽ 3 മുഴം ഉണ്ടായിരുന്നു. ചുമര് സുത്രയായിട്ട് പരിഗണിച്ചിട്ടാണ് പറയുന്നത്. വ ബൈന മൗദിഅ സുജൂദിഹി വൽ ജിദാരി മമറു ഷാത്തിൻ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദിൻ്റെ സ്ഥാനവും ജിദാർ അതായത് ചുമരും തമ്മിൽ ഒരു ആടിന് നടക്കാനുള്ള ഇടം ഉണ്ടായിരുന്നു എന്ന് ഇതിൻ്റെ ഹദീസ് ഷറഹിൽ കൊടുത്തത് കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖലൽ കഅബ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ പ്രവേശിച്ചു. കഅബയുടെ അകത്ത് ഹുവ വ ഉസാമത്തു ബിൻ സൈദ് വ ബിലാൽ വ ഉസ്മാൻ ബിൻ തുൽഹ വ അഅലഖഹ അലൈഹി, ഈ 3 പേരും കൂടിയാണ് പ്രവേശിച്ചത്. എന്നിട്ട് വാതിലടച്ചു. ഫമക്കഥ ഫിഹ, എന്നിട്ട് അവിടെ കുറച്ച് സമയം നിന്നു. ഖാല അബ്ദുല്ലാഹ്, തുടർന്ന് അബ്ദുല്ലാഹ് എന്നവർ, അതായത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പറയാണ് സഅൽതു ബിലാലൻ ഹീന ഖറജ, അവർ പുറത്തേക്ക് വന്നപ്പോൾ, അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ നബിൻ്റെ കൂടെ, മറ്റു 2 സഹാബികൾ ഉസാമ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ബിൻ തുൽഹ എന്നിവരുണ്ട്. അപ്പോൾ ബിലാലിനോട് ചോദിച്ചു, മാദാ സ്വനഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തതെന്ന് കഅബൻ്റെ ഉള്ളിൽ. ഖാല, അദ്ദേഹം പറഞ്ഞു, ജഅല അമൂദൻ അൻ യസാരിഹി വഅമൂദൈനി അൻ യമീനിഹി വസലാസത്ത് അമുദത്തിൻ വറാഹു വകാന ബൈത്തു യൗമഇദിൻ അലാ 6 അഅമിദത്തിൻ സുമ്മ സ്വല്ല വബൈനഹു വബൈന ജിദാരി 3 അദ്റുഇൻ. അപ്പോൾ ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് കാണാം, നബിക്കും ചുമരിനും ഇടയിൽ 3 മുഴം ആണ് ഉണ്ടായിരുന്നത് എന്ന്. അപ്പോൾ ആദ്യം പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു തൂണ് നബിയുടെ ഇടത് ഭാഗത്ത്, അതേപോലെ വലതു ഭാഗത്ത് 2 തൂണുകൾ ഉണ്ടായിരുന്നു, 3 തൂണുകൾ പിറകിലുണ്ടായിരുന്നു എന്നാണ്. മൊത്തത്തിൽ അന്ന് 6 തൂണുകളാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു ഹദീസ് അൻസഹിൽ റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറഞ്ഞു, കാന ബൈന മുസല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ബൈനൽ ജിദാരി മമറു ഷാത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസല്ലയും ഈ ജിദാർ ഭിത്തിയും തമ്മിൽ ഒരു ആടിന് നടക്കാനുള്ള ദൂരമാണ് ഇടയാണ് ഉണ്ടായിരുന്നത് എന്ന് സഹീഹ് ബുഖാരി ഹദീസ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇതിങ്ങനെയാണ്, വക്കാന ബൈന മഖാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ബൈനൽ ഖിബ്ലത്തി മമറു അനസിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും നിൽക്കുന്ന സ്ഥാനവും ഖിബ്ലയും തമ്മിൽ ഒരു അനസ് ആണ് ഉണ്ടായിരുന്നത്. ഒരു അനസാണ് ആടിന് നടക്കാനുള്ള ഇടം. അപ്പോൾ സ്വവാബ് ഖൗലി നബവി ഫി ഷറഹ് മുസ്ലിം, ഷറഹ് മുസ്ലിം ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞാണ് ശരിയായ വീക്ഷണം. യാനി ബിൽ മുസല്ല, ഇവിടെ മുസല്ല എന്ന് പറഞ്ഞത് മൗദിഉ സുജൂദ്, സുജൂദിൻ്റെ സ്ഥാനമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൻ്റെ സ്ഥാനവും ഈ ജിദാറും തമ്മിൽ ഒരു ആടിന് നടക്കാനുള്ള ഇടം ഉണ്ടായിരുന്നു എന്നത്. ഖാലൽ ബാവി പറയുന്നു, ഉസ്തുഹിബ്ബ അഹ്ലുൽ ഇൽമി അദ്ദുനുവു മിനസ് സുത്ര, സുത്രയോട് ചേർന്ന് നിൽക്കൽ എന്ന് പറഞ്ഞാൽ കുറേ ദൂരത്തല്ലാതെ പണ്ഡിതന്മാർ മുസ്തഹബായിട്ട് പറഞ്ഞു, ബിഹൈസു യകൂനു ബൈനഹു വ ബൈനഹ ഖദ്റ ഇംകാനി സുജൂദി, അവനും ഈ സുത്ര മുമ്പിൽ വെച്ചിട്ടുള്ള ഒന്നുകിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ഭിത്തിയാണെങ്കിൽ ഭിത്തി, അല്ലെങ്കിൽ ഒരു വടിയാണെങ്കിൽ വടി, അങ്ങനെയുള്ള സുത്ര, അവനും ആ സുത്രക്കും ഇടയിൽ ഉണ്ടാകുന്ന വിധത്തിൽ എങ്ങനെ ഖദ്റ ഇംകാനി സുജൂദ്, സുജൂദ് ചെയ്യാൻ സൗകര്യപ്പെടുന്ന അത്ര സ്ഥലം ഉണ്ടാവണം. വക്കദാലിക ബൈന സുഫൈൻ, അപ്രകാരം തന്നെ 2 സഫുകൾക്കിടയിലും വിടവുണ്ടാവണം. വഖദ് വറദൽ അംറു ബിദ്ദുനുബി മിൻഹ,
സുത്രയോട് ചേർന്ന് നിൽക്കണം എന്നുള്ളത് കൽപ്പന ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന്. ഇനി കിതാബിൽ നിന്നുള്ള ഭാഗം കാരണം യഖൂലു ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്ര, സുത്രയ്ക്ക് അഭിമുഖമായിട്ടല്ലാതെ നിസ്കരിക്കരുത്. വലാ തദ അഹദൻ യമുറു ബൈന യദൈക് ഫഇൻ അബ ഫൽ തുഖാതിൽഹു ഫഇന്ന മഅഹു അൽ ഖരീൻ. ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷറഹിൽ. അതായത് ഇദാ കാന അഹദുക്കും യുസല്ലി, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ഫലാ യദ അഹദൻ യമുറു ബൈന യദൈഹി, നിങ്ങൾ ആരും തന്നെ മുമ്പിലൂടെ ആരെയും നടക്കാൻ അനുവദിക്കരുത്. ഫഇൻ അബ, അങ്ങനെ തടഞ്ഞിട്ടും അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഫൽ യുഖാതിൽഹു, അവനോട് പോരാടണം. ഫഇന്ന മഅഹു അൽ ഖരീൻ, കാരണം അവൻ്റെ കൂടെ ഷെയ്ത്താനുണ്ട്. കാരണം ഷെയ്ത്താനിയത്താണല്ലോ അത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മറ്റൊരു ഹദീസ് ഇദാ സ്വല്ല അഹദുക്കും ഇലാ സുത്ര ഫൽയദ്നു മിൻഹ ലാ യഖ്തഉ ശൈത്താനു അലൈഹി. അതായത് ഇദാ സ്വല്ല അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ഇലാ സുത്രത്തിൻ, ഒരു സുത്രക്ക് അഭിമുഖമായിട്ട്, സുത്രയോട് ചേർന്ന്, ഫൽയദ്നു മിൻഹ, അതിനോട് അടുത്ത് നിൽക്കട്ടെ, കുറേ ദൂരമല്ല. അതായത് ഒരു വടിയോ ഒരു അടയാളോ വെച്ചിട്ട് പിന്നെ കുറേ ദൂരെ പോയിട്ട് നിസ്കരിക്കുക എന്നതല്ല. ലാ യഖ്തഉ ശൈത്താനു അലൈഹി സ്വലാത്തു, ഷെയ്ത്താൻ അവൻ്റെ നിസ്കാരം മുറിക്കാതിരിക്കട്ടെ എന്ന്. ഈ കിതാബിൽ നിന്നുള്ള ഭാഗം വകാന അഹ്യാനൻ യതഹറ സ്വലാത്ത് ഇൻദൽ ഉസ്തുവാനത്തി ലത്തി ഫി മസ്ജിദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മസ്ജിദിലുള്ള ഉസ്തുവാനത്ത്, ഒരു പില്ലർ, തൂണ്, അതിൻ്റെ അടുത്ത് നിസ്കരിക്കുമായിരുന്നു എന്ന്. വകാന ഇദാ സ്വല്ലാ ഫി ഫളാഇൻ ലൈസ ഫീഹി ഷൈഉൻ യസ്തതിറു ബിഹി ഗറസ ബൈന യദൈഹി ഹർബ. ഇനി ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത്, മരുഭൂമിയിലോ ഒഴിഞ്ഞ സ്ഥലത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു ഹർബത്ത് നാട്ടുമായിരുന്നു, കുന്തം. ഫസ്വല്ല ഇലൈഹ വന്നാസു വറഅഹു, നബി എന്നിട്ട് എന്ത് ചെയ്യും? ആ കുന്തത്തിന് അഭിമുഖമായിട്ട് നിസ്കരിക്കും, നബി ജനങ്ങൾ പിറകെ നിസ്കരിക്കും. അതായത് ആ കുന്തം ഒരു സുത്രയായിട്ട് മുമ്പിൽ വരത്തക്ക വിധത്തിൽ നിൽക്കും എന്ന് ഷറഹിൽ കാണാം. അൻ യസീദ് ബിൻ അബി ഉബൈദ് ഖാല, യസീദ് ബിൻ അബി ഉബൈദ് എന്നിവർ പറയാണ്, അദ്ദേഹം പറഞ്ഞു, കുന്തു ആതി മഅ സലമ ഇബ്നുൽ അക്വാ ഫയുസല്ലി ഇൻദൽ ഉസ്തുവാനത്തി ലത്തി ഇൻദൽ മുസ്ഹഫ്. ഞാൻ സലബത്ത് ഇബ്നു അൽ അക്വാൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അദ്ദേഹം ഉസ്തുവാനത്തിൻ്റെ അടുത്ത് നിസ്കരിക്കുകയാണ്, പില്ലറിൻ്റെ അടുത്ത്. ഫഖുൽതു യാ അബാ മുസ്ലിം, അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഓ അബു മുസ്ലിം, അതായത് നിസ്കാരം കഴിഞ്ഞിട്ട്, അറാക്ക തതഹറ സ്വലാത്ത ഇൻദ ഹാദിഹിൽ ഉസ്തുവാന, ഈ അതായത് നബിയുടെ മസ്ജിദിലുണ്ടായിരുന്നു ഉസ്തുവാനത്ത്, ആ പില്ലറിൻ്റെ അടുത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഇന്നി റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സ്വലാത്ത ഇൻദഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ അടുത്ത് നിസ്കരിക്കുന്നത്, അതായത് ആ ഉസ്തുവാനത്ത് സുത്രയാക്കി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരിൽ നിന്നുള്ള വേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖറജ യൗമൽ ഈദി അമറ ബിൽ ഹർബത്തി ഫതൂല ബൈന യദിഹി ഫയുസല്ല ഇലൈഹ വന്നാസു വറഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിന് പുറപ്പെട്ടാൽ എന്ത് ചെയ്യും? ഒരു ഹർബത്ത്, ഒരു കുന്തം കൊണ്ടുവരാൻ പറയും. അങ്ങനെ അത് നബിയുടെ മുമ്പിൽ വെക്കപ്പെടും. ഫയുസല്ലി ഇലൈഹ, എന്നിട്ട് അതിലേക്ക് നിസ്കരിക്കും. വന്നാസു വറഅഹു, ജനങ്ങൾ സഹാബാക്കൾ പിറകെ നിസ്കരിക്കും. വകാന യഫ്അലു ദാലിക ഫി സഫരി, യാത്രയിൽ നബി അങ്ങനെ ചെയ്യുമായിരുന്നു. ഫമിൻ സമ്മ ഇത്തഖദഹ അൽ ഉമറാ, അത് പിന്നെ ഉമറാക്കളും സ്വീകരിച്ചു ആ വഴി, ആ രീതി. ഇനി കിതാബിൽ നിന്നുള്ള ഭാഗം അഹ്യാന, ചില സന്ദർഭങ്ങളിൽ കാന യുഅരിദു അല്ലെങ്കിൽ കാന യഅരിദു, രണ്ടും പറയാം. റാഹിലത്തഹു ഫയുസല്ലി ഇലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റാഹിലത്ത്, യാത്രക്ക് ഉപയോഗിക്കുന്ന ഒട്ടകം അല്ലെങ്കിൽ മൃഗത്തെ നബിയുടെ കുറുകെ നിർത്തും, കുറുകെ നിർത്തുക ചെയ്യും. ഫയുസല്ലി ഇലൈഹ, എന്നിട്ട് അതിലേക്ക് നിസ്കരിക്കും. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഹാദ ഖിലാഫു സ്വലാത്തി ഫി അഴ്ത്താനിൽ ഇബിൽ, ഇബിലിൻ്റെ അഴ്ത്താൻ, ഒട്ടകത്തിൻ്റെ അഴ്ത്താനിൽ നിസ്കരിക്കുന്നതിനെതിരായിട്ടാണ്. ഫൈനഹു നഹ അൻഹ, കാരണം അത് നബി നിരോധിച്ചിട്ടുണ്ട്. എന്താണ് അഴ്ത്താൻ പറഞ്ഞാൽ? ഒട്ടകം വെള്ളം കുടിക്കുന്ന, വിശ്രമിക്കുന്നതൊക്കെ സ്ഥലങ്ങളാണ്, അവിടെ വിസർജ്യങ്ങളും ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടായിരിക്കാം അല്ലാഹു അലം. അത് നബി നിരോധിച്ചതായിട്ട് പറയുന്നുണ്ട്. അഹ്യാനൻ കാന യഖുദു റഹ്ല ഫയുഅദ്ദിലുഹു ഫയുസല്ലി ഇലാ ആഖിറതിഹി വകാന യഖൂൽ ഇദാ വളഅ അഹദുക്കും ബൈന യദൈഹി മിസ്ല മുഅഖിറതി അർറഹൽ ഫലുസല്ലി വലാ യുബാലി മൻ മറ വറാഅ ദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ എന്ത് ചെയ്യും? റഹലെടുക്കും. റഹൽ എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകത്തിൻ്റെയൊക്കെ സാഡിൽ എന്ന് പറയും. ആ സാഡിലെടുത്തിട്ട് അതിൻ്റെ പിറകു വശം തേർട്ടയായിട്ട് നിസ്കരിക്കും. നബി പറയുമായിരുന്നു, നിങ്ങൾ ആരെങ്കിലും റഹൽ സാഡിലിൻ്റെ പിറകു വശം എടുത്ത്
അത് നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ആ പിറകുവശത്തേക്ക് ആയി നിസ്കരിക്കുക. അപ്പോൾ അതിൻ്റെ അപ്പുറം ആ നിങ്ങൾ വെച്ചിരിക്കുന്ന സൈഡിലുണ്ടല്ലോ, അതൊരു സൂത്രയാണ്. അതിൻ്റെ അപ്പുറം ആര് നടന്നു പോയാലും അത് പ്രശ്നമാക്കണ്ട, അത് വിഷയമല്ല എന്നർത്ഥം. അതിൻ്റെ ഹദീസ് അന്നാഫി അൻ ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു കാന യുവരിദു റാഹിലതഹു ഫി സല്ലീരിഹ ഖുൽതു അഫറഅയ്ത ഇദാ ഹബ്ബത്തിർ റികാബ്. അപ്പോൾ എങ്ങനെ അതിൽ പറയുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റാഹിലത്തിനെ, അതായത് മൃഗത്തെ നബിയുടെ ക്രോസ് ആയിട്ട് മുമ്പിൽ നിർത്തി അല്ലെങ്കിൽ ഇരുത്തി അങ്ങനെ അതിനെ സുത്രയാക്കി നിസ്കരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അഫറഅയ്ത ഇദാ ഹബ്ബത്തി റികാബ്. നാഫി എന്നവർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്ത്, അപ്പോൾ ഈ മൃഗം അതൊരു ജീവിയാണല്ലോ, അത് പ്രൊവോക്ക് ചെയ്താലോ എന്ന് പറഞ്ഞാൽ അതവിടെ നിർത്തി അതിനെ ഇരുത്തിയാലോ അവിടെ തന്നെ ഇരുന്നോളം അല്ലെങ്കിൽ നിന്നോളം എന്നില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു കാന യഖുദു ഹാദർ റഹല ഫയുഅദ്ദിലുഹു ഫയുസല്ലി ഇലാ ആഖിറതിഹി ഔ ഖാല മുഅഖ്ഖരിഹി. അതായത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഡിലെടുത്തിട്ട് അത് സുത്രയാക്കിയിട്ട് നിസ്കരിക്കും, അതിൻ്റെ പിറകുവശത്തോട് ചേർന്ന്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യുമായിരുന്നു എന്നും അതിൽ കാണാം. ഇനി യുഅരിദു റലി യജഅലുഹ മുഅത്തരിദതൻ ബൈനഹു വബൈനൽ ഖിബ്ല, ഖിബ്ലക്കും അവിടുത്തെ നബിക്കും ഇടയിൽ അതിനെ മുഅത്തരിദ ക്രോസ് ആയിട്ട് വെക്കുക എന്നർത്ഥം. അതാണ് ഇതിൽ പറയുന്നത് ഫഫീഹി ദലീലുൻ അലാ ജവാസി സ്വലാത്തി ഇലൽ ഹയവാൻ, ഒരു മൃഗത്തിന് അഭിമുഖമായിട്ട് നിസ്കരിക്കൽ അനുവദനീയമാണെന്ന് ഇതിലുണ്ട്. ജവാസു സ്വലാത്ത് ബി ഖുർബിൽ ബാഇ, ഒട്ടകത്തിലാണെങ്കിലും അഭിമുഖമായിട്ട് ബിഖിലാഫി സ്വലാത്ത് ഫി അഅ്ത്വാനിൽ ഇബ്ൻ ഫഇന്നഹ മക്റൂഹത്തുൻ. എന്നാൽ ഇബ്നിൻ്റെ അഅ്ത്വാനിൽ നിസ്കരിക്കൽ കറാഹത്താക്കപ്പെട്ടതാണ്. കാരണം സ്വഹീഹ് ഹദീസിൽ ലിൽ അഹാദീസ് സ്വഹീഹത്തി ഫി നഹി അൻ ദാലിക്, അതൊരു ചൂടുള്ള സ്വഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട് അടിസ്ഥാനത്തിൽ ശറഹ് മുസ്ലിമിന് നവവി ഇമാം പറയുന്നത്. ഇനി അൻ മൂസ ബിൻ തുൽഹ അൻ അബീഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വളഅ അഹദുക്കും ബൈന യദൈഹി മിസ്ല മുഅഖിറത്തി റിഹ്ലി ഫല്യുസല്ലി വലാ യുബാലി മൻ മറ വറാഅ ദാലിക്. നേരത്തെ പറഞ്ഞ ഹദീസാണ്. സാഡിൽ വെച്ചാൽ മതി, അതിൻ്റെ അപ്പുറത്തോട്ട് ആരെങ്കിലും നടന്നു പോയാൽ അത് വിഷയാക്കേണ്ട കാര്യമില്ല എന്ന്. വഫി ഹാദൽ ഹദീസ് അൻ നദ്ബു ഇല സുത്രത്തി ബൈന യദൈൽ മുസല്ലി വ ബയാനി അന്ന അഖല്ല സുത്രത്തി മുഅഖിറത്തുർ റഹൽ. ഇവിടെ എന്തുണ്ട്, ഈ ഹദീസിൽ മുസല്ലി നിസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ ഒരു സുത്ര വേണം എന്നതിന് തെളിവുണ്ട്. അതിൽ സുത്രയുടെ ഏറ്റവും ചുരുങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു സാഡിൻ്റെ പിറകു വശമാണ്, അതിൻ്റെ ബാക്ക് സൈഡ്. വഹിയ ഖദറു അളുമിർ ദിറാഴ് എല്ലിൻ്റെ ഖദറാണ് ഈ മുഅഖിറത്തുർ റഹൽ എന്ന് പറയുന്നത്. അത്ര അളവ് അതിൻ്റെ വീതി വരുന്നത്, നീളം വരുന്നത്. വഹുവ നഹ്വ സുലുസൈ ദിറാ എന്ന് പറഞ്ഞാൽ ഏകദേശം 3/2 മുഴം എന്നർത്ഥം. 3/2 മുഴം എങ്കിലും സുത്ര വേണം എന്നർത്ഥം. വസ്തുതൽ ഖാദി അയ്യാദ് റഹിമഹുല്ലാഹ് ബിഹാദൽ ഹദീസി അല അന്നൽ ഖത്ത ബൈന യദൈൽ മുസല്ലി ലാ യക്ഫി. ഇത് വെച്ചിട്ട് ഖാദി അയ്യാദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ ഒരു വര വരച്ചാൽ അതിനെ സുത്രയായിട്ട് പരിഗണിച്ചാൽ അത് പോരാ. ഒരു വര എന്ന് പറയുമ്പം അതെന്തുണ്ടാവില്ല, 3/2 മുഴത്തിൻ്റെ അത്ര ഉണ്ടാവില്ലല്ലോ. അത് ഖാല അദ്ദേഹം പറഞ്ഞു ഇൻകാന ഖദ് ജാഅ ബിഹി ഹദീസുൻ, അതിന് സംബന്ധിച്ച ഹദീസ് വരാന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിലും വ അഖദ ബിഹി അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് താല, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അത് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രകാരം ആ ഹദീസ് പ്രകാരം ഒരു വര വരച്ചാലും മതി മുമ്പിൽ സുത്രയായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഫഹുവ ദഈഫുൻ, പക്ഷേ ആ ഹദീസ് എന്താണ്, ദുർബലമാണ്. ദക്കറഹു നവവി ഫി ശറഹ് മുസ്ലിം, ഇമാം നവവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിലെ പറഞ്ഞിട്ട് മക്കാലത്തിൽ അദ്ദേഹം പറഞ്ഞു വ ഹദീസുൽ ഖത്തി റവാഹു അബൂ ദാവൂദ് വഫീഹി ദുഅഫുൻ വദ്ദിറാബ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുത്രയ്ക്ക് പകരം ഖത്ത് അല്ലെങ്കിൽ ഒരു വര വരച്ചു അല്ലെങ്കിൽ അങ്ങനെ വെക്കാം എന്നത്, ഒരു വര വരക്കാം എന്ന ഹദീസ് അത് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ദുർബലതയുണ്ട്, ഇദ്ദിറാബുണ്ട് എന്ന് ഖുൽതു ഞാൻ പറയുന്നു. ഷെയ്ഖ് അൽബാനി പറയാം വഹുവ കമാ ഖാല നവവി റഹിമഹുല്ലാഹ്, അത് നവവി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെയാണ്. വഖദ് ബയ്യന്ന ദുഅഫഹു മുഫസ്സിലൻ ഫീമാ ഇൻഖദ്നാഹു അലൽ കിതാബ് അത്താജ്. അത് മുഫസ്സലായിട്ട് വിശദീകരിച്ച് അതിൻ്റെ ദുർബലത നമ്മൾ അത്താജ് എന്ന കിതാബിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്ന്. ഈ കിതാബിൻ്റെ ഭാഗം
വസ്വല്ല മറത്തൻ ഇലാ ഷജറത്തിൻ, ഒരിക്കൽ നബി ഒരു മരത്തിന് അഭിമുഖമായിട്ട് നിസ്കരിച്ചു, മരത്തിനെ സുത്രയാക്കിക്കൊണ്ട്. വക്കാന അഹ്യാൻ യുസല്ലി ഇലൽ സരീർ, ചിലപ്പോൾ നബി കട്ടിന് സുത്രയാക്കി നിസ്കരിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹു മുൽത്തജിഅത്തൻ അലൈഹി, ആയിഷ റളിയല്ലാഹുവിനെ കട്ടിൽ ചെരിഞ്ഞ് കിടന്നുകൊണ്ടിരിക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കട്ടിൽ സുത്രയാക്കി ചിലപ്പോൾ നിസ്കരിച്ചിരുന്നു. ഈ ഷർഹിലുള്ള ഭാഗം. അൻ അലി റളിയല്ലാഹു അൻഹു ഖാൽ, അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ലഖദ് റഅയ്തുനാ ലൈലത ബദ്രിൻ വമാ മിന്നാ ഇൻസാനുൻ ഇല്ലാ നായിമുൻ ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പൂർണ്ണചന്ദ്ര രാത്രി. അപ്പോൾ അന്ന് എല്ലാവരും ഉറങ്ങാണ്, ഞങ്ങളിൽ ആരും ഉറങ്ങാതിരിക്കുന്നില്ല അള്ളാഹു റസൂലല്ലാതെ. ഫഇന്നഹു കാന യുസല്ലി ഇലാ ഷജറത്ത്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഒരു മരത്തിന് അഭിമുഖമായിട്ട് നിസ്കരിക്കുക, മരത്തിന് സുതറയാക്കിയിട്ട്. വയദുഉ ഹത്താ അസ്ബഹ, നേരം വരുവോളം നബി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി മറ്റൊരു ഹദീസ്, അൻ ആയിഷത ദുക്റ ഇൻദഹ മാ യഖ്തഉ സ്വലാ, നിസ്കാരത്തെ മുറിക്കുന്ന, നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുത്ത് പരാമർശിക്കപ്പെട്ടു. അൽ കൽബു വൽ ഹിമാറു വൽ മർഅ, അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. കൽബ് നായ, ഹിമാർ കഴുത, മർഅത്ത് സ്ത്രീ. ഫഖാലത്ത് ആയിഷ, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖദ് ശബ്ബഹ്തുമുന ബിൽ ഹുമൈർ വൽ കിലാബ്, ഞങ്ങളെ നിങ്ങൾ പട്ടികളോടും കഴുതകളോടും സദൃശപ്പെടുത്തി, ഞങ്ങൾ സ്ത്രീകളെ. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നി അല സരീരി ബൈനഹു വബൈനൽ ഖിബ്ലത്തി മുൽത്തജിഅ, അപ്പം ഞാൻ കട്ടിലാണ്, ഖിബ്ലക്കും അതായത് നബിക്കും ഖിബ്ലക്കും ഇടയിൽ കട്ടിലിൽ ഞാൻ ചെരിഞ്ഞ് കടന്നുകൊണ്ടിരിക്കുക, നബിക്കും ഖിബ്ലക്കും ഇടയിൽ കട്ടിലിൽ ഞാൻ മുൽത്തജിഅത്തായിട്ട് ചെരിഞ്ഞ് കടന്നുകൊണ്ടിരിക്കുക നബി നിസ്കരിച്ചിട്ടുണ്ട് എന്ന്, അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. ഖാല നവവി ഫി ശറഹ് മുസ്ലിം, ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇസ്തദല്ലത്ത് ബിഹി ആയിഷ റളിയല്ലാഹു അൻഹാ വൽ ഉലമാഉ ബഅദഹാ അലാ അന്നൽ മർഅത ലാ തഖ്തഉ സ്വലാത്തർ റജുലി, ഈ സ്വലാത്തുർ റജുലി അലാ അന്നൽ മർഅത ലാ തഖ്തഉ സ്വലാത്തർ റജുലി, അതായത് ആയിഷ റളിയല്ലാഹു അൻഹായും അവർക്ക് ശേഷമുള്ള പണ്ഡിതന്മാരും ഒക്കെ, ധാരാളം പണ്ഡിതന്മാർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ സ്ത്രീ മുമ്പിൽ വന്നു എന്നുകൊണ്ട് എന്താവില്ല, പുരുഷൻ്റെ നിസ്കാരം മുറിയുകയില്ല, അത് ബാത്തിലാകൂല എന്ന് പറഞ്ഞു. അപ്പോൾ ബാത്തിലാകുന്ന ഹദീസിലുണ്ടല്ലോ, അല്ലെങ്കിൽ മുറിയുമെന്ന ഹദീസിലുണ്ട്, ബാത്തിലാകുന്നല്ല, മുറിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമ്പൂർണ്ണത പോകും എന്നതേ ഉള്ളൂ എന്നാണ് അവിടെ വിവക്ഷ എന്ന് ആ വിഭാഗം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസ് വെച്ചിട്ട് പുരുഷൻ്റെ നിസ്കാരം മുറിയുകയില്ല, സ്ത്രീ പാസ് ചെയ്തു അല്ലെങ്കിൽ സ്ത്രീ മുമ്പിലൂടെ വന്നു എന്നതുകൊണ്ട് പോകൂല, നിസ്കാരം മുറിയുകയില്ല പുരുഷൻ്റെ എന്നും ഈ ഹദീസ് വെച്ചിട്ട് തെളിവ് പിടിച്ചിട്ടുണ്ട് എന്ന്. വഫീഹി ജവാസു സലാത്തിഹി ഇലൈഹ, സ്ത്രീക്ക് അഭിമുഖമായിട്ട് നിസ്കരിക്കാം എന്നതിന് തെളിവ്, അനുവദനീയമാണ് എന്നതിന് തെളിവ് ഇതിലുണ്ട്. വക്കരിഹൽ ഉലമാഉ വ ജമാഅത്തു മിൻഹും അസ്സലാത്തു ഇലൈഹ ലിഗൈരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്തവർ എന്ത് ചെയ്യാൻ പറ്റില്ല, പുരുഷന്മാർ സ്ത്രീക്ക് അഭിമുഖമായിട്ട് സ്ത്രീയെ മുന്നിൽ നിർത്തിയിട്ട് കിടത്തിയിട്ടോ കാരണം നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കറാഹത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ലി ഹൗഫിൽ ഫിത്നത്തി ബിഹ, സ്ത്രീയെ കൊണ്ട് ഫിത്ന ഭയക്കുന്നതിനാൽ, തദക്കുരിഹ അവളെ ഓർക്കുന്നതും, ഇഷ്തിആലിൽ കൽബി ബിഹ ബിൻ നദരി ഇലൈഹ അവളിലേക്ക് നോക്കൽ കാരണം അവളിലേക്ക് ഹൃദയം ഷോലാകും എന്തുകൊണ്ടും. അമ്മൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫ മുനസ്സഹുൻ അൻ ഹാദാ കുല്ലി, ഇതിൽ നിന്നൊക്കെ നബി പരിശുദ്ധനാണ്. ഫി സ്വലാത്തി, നിസ്കാരത്തിൽ, നബി നിസ്കാരത്തിൽ അതിൽ മാത്രം ചിന്തയിലായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ചിന്തകളിലേക്ക് പോകില്ല. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവണം എന്നില്ല. മാനഹു കാന ഫിൽ ലൈലി വൽ ബുയൂത്തു, മാത്രമല്ല അത് സംഭവിച്ചപ്പോഴാണ് രാത്രിയിലുമാണ്. വൽ ബുയൂത്ത് യൗമഇദിൻ ലൈസ ഫിഹാ മസാബിഹ്, അക്കാലത്ത് വീട്ടിൽ വിളക്കുകളുണ്ടായിരുന്നില്ല എന്നും ആ ഹദീസിൽ ആയിഷ ബി പറയുന്നുണ്ട്. അപ്പോൾ നബിക്ക് ആയിഷ ബിയെ കാണുമായിരുന്നില്ല എന്നതും മനസ്സിലാക്കാം. കുൽത്തു, ഞാൻ പറയുന്നു, ആര് ഷെയ്ഖ് അൽബാനി റഹ്മഹു എന്ന് പറയാണ്, അമ്മൽ ഇസ്തിദ്ലാൽ ബി ഹദീസിഹാ ഹാദാ അല അന്നൽ മർഅത ലാ തഖ്തഉ സ്വലാത്തൽ മർഅതി സ്വലാത്തർ റജുലി മുത്ലഖൻ ഫഫീഹി നദറുൻ. ഇവിടെ ആയിഷ ബീവി പറഞ്ഞല്ലോ, അങ്ങനെ നബി അങ്ങനെ നിസ്കരിച്ചിരുന്നു, ഞാൻ ക്രോസിൽ കടന്നിട്ട് നബി നിസ്കരിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഹദീസ് എന്തല്ല, അത്
പുരുഷൻ്റെ നിസ്കാരം മുറിക്കുകയില്ല എന്ന് പറയുന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്, അതിൽ എതിറുണ്ട് എന്ന്. കാരണം ലി അന്നൽ അഹാദീസൽ വാരിദത്ത ബി ഖത്ഇ സ്വലാത്തി ബിൽ അഷ്യാഇൽ മദ്കൂറത്തി ഫി ഹാദൽ ഹദീസി ഇന്നമൽ മുറാദു മുറൂറുഹാ അമാമൽ മുസല്ലി. കാരണം എന്താണ്, ഇപ്പറയപ്പെട്ട കാര്യങ്ങൾ, കഴുത ആവട്ടെ, കൽബ് നായ ആവട്ടെ, അല്ലെങ്കിൽ സ്ത്രീകൾ ആവട്ടെ, അത് നിസ്കാരം മുറിക്കും എന്ന് പറഞ്ഞത് എന്താണ്, മുസല്ലി നിസ്കരിക്കുന്ന ആളുടെ മുമ്പിലൂടെ അവ നടന്ന് പാസ് ചെയ്ത് പോകുമ്പോഴാണ്. കമായതി കരീബൻ ഇവരെന്ന് പോലെ ഹദീസ് ആയിഷ ലൈസ ഫീഹി അന്നഹ കാനത്ത് തമുറു ബൈന യദൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുമ്പം കട്ടിലിൽ ആയിഷ ബീവി കിടന്ന് ചെരിഞ്ഞ് കിടന്നിരുന്നു എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, അത് അവിടെ എന്ത് ചെയ്യുന്നില്ല, ആയിഷ റളിയല്ലാഹു അൻഹ പാസ് ചെയ്യുന്നില്ല, നടന്നു പോകുന്നില്ല മുമ്പ് കൂടെ. അപ്പം നടന്നു പോവുകയാണെങ്കിലാണ് നിസ്കാരം മുറിയുമെന്ന് പറഞ്ഞത് എന്ന്. അങ്ങനെയാണ് അൽബാനി റഹ്മത്തുള്ളാഹി ഇതിനെ കമ്പൈൻ ചെയ്തിട്ടുള്ളത്, ജം ചെയ്തിട്ടുള്ളത്. ഹത്താ യകൂന മുആരിദൻ ലിത്തിൽക്കൽ ഹദീസ്. എങ്ങനെ, മറ്റ് ഹദീസുകൾക്ക് ഇത് വൈരുദ്ധ്യം, ഒപ്പോസിങ് ആകത്തക്ക വിധം. ബൽ ഫി റിവായത്തിൻ നിസായി അലാ മാ ഫിൽ ഫത്ഹ് എന്ന് പറഞ്ഞിട്ട് വേറെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കാണാം ഫ അക്റഹു അൻ അഖൂമ ഫ അമുറു ബൈന യദൈഹി. അപ്പോൾ ഞാൻ എണീക്കുന്നതും അങ്ങനെ നബിയുടെ മുമ്പിലൂടെ ഞാൻ നടക്കുന്നതും ഞാൻ എന്തു ചെയ്യും, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന്. അപ്പോൾ അവിടെ തന്നെ അടങ്ങി കിടക്കുകയാണ് ചെയ്തിരുന്നത് എന്നാണ്. ഫല്ലാഹിറു അന്ന ആയിഷത ഇന്നമ അൻകറത്തി ഇത്ലാഖ ഖൗലിൽ മർഅത്തി തഖ്തഉ സ്വലാത്ത ഫി ജമീൽ ഹാലാത്ത്. ഏതവസ്ഥയിലും, എല്ലാ അവസ്ഥയിലും നിസ്കാരം, പുരുഷൻ്റെ നിസ്കാരം സ്ത്രീ മുറിക്കും എന്ന്, ഏതവസ്ഥയിലും മുറിക്കും എന്നതിനെയാണ് ആയിഷ ഇൻകാർ ചെയ്തത്, നിരാകരിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ. അതായത് ജസ്റ്റ് മുമ്പിൽ ഉണ്ട്, പാസ് ചെയ്യുന്നല്ല, അവിടെ കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം നിസ്കാരം മുറിയില്ല എന്നതാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ദേശിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. ഇല്ലൽ മുറൂർ ബി ഖുസൂസി, നടക്കുക എന്നതല്ല, പാസ് ചെയ്യുക എന്നതല്ല. ഫസബത അൻ ലാ തആറുദ ബൈന ഹദീസി ആയിഷ വ ബൈനൽ അഹാദീസിൽ മുഷാറു ഇലൈഹ. അപ്പോൾ നേരത്തെ പരാമർശിക്കപ്പെട്ട ഹദീസുകളും ആയിഷ റളിയല്ലാഹു അൻഹ ഈ പറയുന്ന ഹദീസും തമ്മിൽ വൈരുദ്ധ്യം ഇല്ല എന്ന്. ഇനി അടുത്ത ഭാഗം, കിതാബിൽ നിന്നുള്ള ഭാഗം. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദഉ ഷൈഅൻ യമുറു ബൈനഹു വ ബൈന സുത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി നിസ്കരിക്കുമ്പോൾ നബിക്കും സുത്രക്കും ഇടയിൽ ഒന്നും പാസ് ചെയ്യാൻ അനുവദിക്കുമായിരുന്നില്ല എന്നതാണ്. ഫഖദ് കാന മറത്തൻ യുസല്ലി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ജാഅത്ത് ഷാത്തുൻ തസ്ആ ബൈന യദൈഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലൂടെ ഒരു ആട് പാസ് ചെയ്തു വന്നു. ഫസഅഹ ഹത്ത അൽസഖ ബത്നഹു ബിൽ ഹൈത്ത്. അപ്പോൾ അതിൻ്റെ വയറ് ഹൈത്ത് മതിലിനോട് ചേർന്ന് വരത്തക്ക വിധത്തിൽ നബി എന്ത് ചെയ്തു, അതിനെ തള്ളി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ മറത്ത് മിൻ വറാഇഹി. അപ്പോൾ അവിടെ ആട് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പിലൂടെ ആയതുകൊണ്ട് അതിനെ മാറ്റി നിർത്തി എന്നതാണ്. ഇനി വസ്വല്ലാ സ്വലാത്ത മക്തൂബത്തിൻ ഫളമ്മ യദഹു ഫലമ്മ സ്വല്ലാ ഖാലു യാ റസൂലല്ലാഹ് അഹദസ ഫി സ്വലാത്തി ഷൈ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദ് നിസ്കരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെ ചേർത്ത് വെച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കാരത്തിൽ എന്തെങ്കിലും പുതിയത് സംഭവിച്ചോ എന്ന് ചോദിച്ചു സഹാബാക്കൾ. കാല, അപ്പം നബി പറഞ്ഞു ലാ ഇല്ല ഇല്ല അന്ന ഷൈത്താൻ അറാദ അൻ യമുറ ബൈന യദൈഹി. അപ്പോൾ ഷൈത്താൻ, ഇബ്ലീസ് നിസ്കാരത്തിൽ എൻ്റെ മുമ്പിൽ പാസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഫ ഖനഖതുഹു ഹത്താ വജത്തു ബർദ ലിസാനിഹി അലാ യദയ്യ. അപ്പം ഞാൻ അവനെ തള്ളി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഏതുവരെ എന്ന് വെച്ചാൽ അവൻ്റെ നാവിൻ്റെ ബർദ്, തണുപ്പ് എൻ്റെ കയ്യിൽ അനുഭവപ്പെടുന്നവരെ വരെ. പൈമല്ലാഹ് ലൗലാ മാ സബഖനി ഇലൈഹി അഖി സുലൈമാൻ, എൻ്റെ സഹോദരൻ സുലൈമാൻ നബി അലൈഹി സ്വലാം എനിക്ക് മുൻകടന്നില്ലായിരുന്നുവെങ്കിൽ ല അർത്തബിത്തു, ല അർത്തബിത്തു എന്നായിരിക്കണം, ല അർത്തബിത്തു ഇലാ സാരിയ മിൻ സവാരിയിൽ മസ്ജിദ്, അല്ലെങ്കിൽ ഉർത്തുബിത്ത എന്നാണെങ്കിലും ആശയം കറക്റ്റാവും. എങ്ങനെ, ഞാൻ ല അർത്തബിത്ത എന്നാണെങ്കിൽ ഇങ്ങനെ വരും,
മസ്ജിദിൻ്റെ തൂണുകളിൽ ഞാൻ ആ ഷെയ്ത്താനെ ബന്ധിപ്പിക്കുമായിരുന്നു, അതല്ലെങ്കിൽ മസ്ജിദിൻ്റെ തൂണുകളിൽ ഷെയ്ത്താൻ ബന്ധിപ്പിക്കപ്പെടുമായിരുന്നു എന്ന്. ഹത്താ യുതീഫ ബിഹി വിൽദാനു അഹ്ലിൽ മദീന, മദീനയിലെ കുട്ടികൾ അവന് ചുറ്റും പിന്നെ ത്വാഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റും കുട്ടികൾ കൂടുന്നത് വരെ. അപ്പോൾ എന്താണ്, ഷെയ്ത്താന് ഇബ്ലീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൻ്റെ മുന്നിലൂടെ പാസ് ചെയ്യാൻ, നിസ്കരിക്കുന്നതിന് മുമ്പിലൂടെ പാസ് ചെയ്തു എന്നുള്ളതാണ്. പാസ് ചെയ്യാൻ ശ്രമിച്ചു, അത് നബി തടഞ്ഞു എന്നതാണ്. അപ്പോൾ നബി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ ഓർത്തു. എന്ത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം ആർക്കും കിട്ടാത്ത മുൽക്ക് നൽകണമെന്ന്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് പ്രത്യേകമായി ജിന്നുകളൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു എന്നാണല്ലോ. ഫമൻ ഇസ്തതാഅ അൻ ലാ യഹൂല ബൈനഹു ബൈനൽ ഖിബ്ലത്തി അഹദുൻ ഫല്യഫ്അൽ എന്ന് പറഞ്ഞാൽ, ആരെടുത്തന്നെ തനിക്കും തൻ്റെ ഖിബ്ലക്കുമിടയിൽ, അതായത് സുത്രക്കുമിടയിൽ പാസ് ചെയ്യാതിരിക്കാൻ, ഒരാൾ പാസ് ചെയ്യാതിരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഒരാളെ നമുക്കും നിസ്കരിക്കുന്ന നമുക്കും നമ്മുടെ സുത്രക്കുമിടയിലൂടെ പാസ് ചെയ്യാൻ അനുവദിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന്. വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇദാ സല്ല അഹദുക്കും ഇലാ ഷൈഇൻ യസ്തുറുഹു മിനൻ നാസി ഫഅറാദ അഹദുൻ അൻ യജ്താസ ബൈന യദൈഹി ഫല്യദ്ഫഅ ഫീ നഹരിഹി. നിങ്ങൾ ആരെങ്കിലും ഒരു ജനങ്ങളിൽ നിന്ന് ഒരു സുത്ര വെച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്, ഒരു അടയാളം മുമ്പിൽ ഒരു അടയാളം വെച്ചിട്ട് ആണ് നിസ്കരിക്കുന്നത്, ഒരു സുത്ര ഉണ്ട്. അപ്പോൾ എങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് മുമ്പിലൂടെ, ഈ സുത്രക്കും നിങ്ങൾക്ക് മുമ്പിലൂടെ പാസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ, നടന്നു പോകാൻ ശ്രമിച്ചാൽ അവനെ തടയട്ടെ. വല്യദ്റ മസ്തതാ, അവൻ കഴിയുന്നത്ര അവനെ തടയട്ടെ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഫല്യംനഉഹു മറത്തൈൻ, 2 പ്രാവശ്യം അവൻ തടയട്ടെ. ഫൈൻ അബാദൻ, അവൻ വിസമ്മതിച്ചാൽ ഫല്യുഖാതിൽഹു, അവനോട് അവൻ പോരാടട്ടെ. ഫൈന്നഹു മാ ഹുവ ഷൈത്താൻ, കാരണം നിശ്ചയം അവൻ ഷൈത്താനാണ് എന്ന്. ഷെയ്ത്താനെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഷെയ്ത്താനാണെന്നുള്ള അർത്ഥത്തിലല്ല, ഷെയ്ത്താൻ്റെ പണിയാണ് നടക്കുന്നത്. അതുകൊണ്ട് വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ലൗ യഅലമുൽ മാറു ബൈന യദൈ മുസല്ലി മാദാ അലൈഹി, നിസ്കരിക്കുന്ന ആളുടെ മുമ്പിലൂടെ, സുത്രക്കും നിസ്കരിക്കുന്ന ആളുടെ കൂടി ഇടയിലൂടെ നടന്നു പോകുന്ന ആൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശിക്ഷ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലക്കാന അൻ യഖിഫ 40 ഖൈറൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈഹി, അവൻ്റെ മുമ്പിലൂടെ നടക്കുന്നതിനേക്കാളും നല്ലത് അവന് 40 നിൽക്കലാണ്. 40 എന്ന് പറഞ്ഞാൽ ഇവിടെ 40 വർഷമാണോ ദിവസമാണോ മാസമാണോ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും അതിൻ്റെ ആധിക്യമാണ് അത് സൂചിപ്പിക്കുന്നത്. അത്രമാത്രം ഗൗരവമുള്ള പ്രശ്നമാണ് എന്നർത്ഥം. നിസ്കരിക്കുന്ന ആളുടെ മുമ്പിലൂടെ പാസ് ചെയ്യാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയം ആണ്. സൊഫിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ട് ചിലപ്പം ബാക്കിൽ എന്തുണ്ടാവും, പിന്നെ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നവരുണ്ടാവും, മസ്ബൂക്കിങ്ങളുണ്ടാവും. അവരുടെ നിസ്കാരം കഴിയാതെ അവരുടെ നിസ്കരിക്കുന്നതിന് മുമ്പിലൂടെ പാസ് ചെയ്ത് പോകുന്നത് കർക്കശമായി വിരോധമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.